ഹായ് എവരി വൺ, വെൽക്കം ടു മൈ ക്ലാസ് റൂം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കാൽക്കുലേഷൻ ഓഫ് ടെൻഡർ പ്രൈസ് ഓൺ ദി ബേസിസ് ഓഫ് പെർസെൻറ്റേജ് ഓഫ് ഓവർ ഹെഡ്. ഇതിൻ്റെ തിയററ്റിക്കൽ പാർട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ബേസിൽ നമുക്കൊരു പ്രോബ്ലം സോൾവ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിനകത്ത് ദി അക്കൗണ്ട്സ് ഓഫ് എ മെഷീൻ മാനുഫാക്ചറിങ് കമ്പനി ഡിസ്കസ് ദ ഫോളോയിങ് ഇൻഫർമേഷൻ ഫോർ 6 months എൻഡിങ് 31st December 2018. അപ്പോൾ 2018 ഡിസംബർ 31 ഒരു മെഷീൻ മാനുഫാക്ചറിങ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്ന 6 month ഇൻഫർമേഷനാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അതിനകത്ത് ഏതൊക്കെ ഇൻഫർമേഷൻസാണ് നോക്കാം. മെറ്റീരിയൽ യൂസ്ഡ്, അതായത് മെറ്റീരിയൽ കൺസ്യൂം ചെയ്തത് 1,50,000 rupees. പ്രൊഡക്റ്റീവ് വേജസ്, ദറ്റ് ഈസ് ഡയറക്റ്റ് വേജസ് 1,20,000. ഫാക്ടറി ഓവർ ഹെഡ് 24,000. എസ്റ്റാബ്ലിഷ്മെൻറ്റ് ആൻഡ് ജനറൽ എക്സ്പെൻസസ് എന്ന് പറയുമ്പോൾ ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഓവർ ഹെഡാണ് കേട്ടോ, 17,640. ഇത്രയും ഇൻഫർമേഷൻസ് തന്നിട്ടുണ്ട്. ദെൻ പ്രിപ്പയർ കോസ്റ്റ് ഷീറ്റ് ഓഫ് മെഷീൻ ആൻഡ് കാൽക്കുലേറ്റ് ദി പ്രൈസ് വിച്ച് ദ കമ്പനി ഷുഡ് കോട്ട് ഫോർ മാനുഫാക്ചർ ഓഫ് എ മെഷീൻ റിക്വയറിംഗ് മെറ്റീരിയൽ വാല്യൂഡ് ₹1,250 and expenditure in productive wages of 750, so that the price may yield a profit of 20% on selling price. അപ്പോൾ അത് ഇൻഫർമേഷൻസിൽ പാരഗ്രാഫിൽ നമുക്ക് എന്തൊക്കെയാണ് തന്നിട്ടുള്ളത്. ഒരു മെഷീൻ മാനുഫാക്ചർ ചെയ്യുമ്പോൾ അതിനെത്ര പ്രൈസ് ഫിക്സ് ചെയ്യണം എന്നുള്ളതാണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ വെച്ച് നമ്മൾ ആ ഒരു കോസ്റ്റ് ഷീറ്റ്, പഴയൊരു കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യും, മെറ്റീരിയലും ഈ വേജസും ഓവർ ഹെഡ് എല്ലാം വെച്ച്. ഓക്കെ, ഇനി അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും, പേഴ്സൻറ്റേജസ് കാൽക്കുലേറ്റ് ചെയ്യും. എന്തിനു വേണ്ടിയിട്ടാണ് പേഴ്സൻറ്റേജ്? പുതിയ കോസ്റ്റ് ഷീറ്റ് ഉണ്ടാക്കുമ്പോൾ അതിൽ ഓവർ ഹെഡ്സ് നമുക്ക് തന്നിട്ടുണ്ടോ? ഇല്ല. മെറ്റീരിയലിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്, പ്രൊഡക്റ്റീവ് വേജസ് തന്നിട്ടുണ്ട്, അല്ലേ? അപ്പോൾ അതിൽ ഓവർ ഹെഡ്, ഫാക്ടറി ഓവർ ഹെഡ് നമുക്ക് തന്നിട്ടില്ല. എസ്റ്റാബ്ലിഷ്മെൻറ്റ് ആൻഡ് ജനറൽ എക്സ്പെൻസസ് എന്ന് പറഞ്ഞിട്ട് ആ ഓഫീസ് ഓവർ ഹെഡ് ഒന്നും തന്നിട്ടില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, കഴിഞ്ഞ ഇൻഫർമേഷനിൽ ഇപ്പോൾ തന്ന ഇൻഫർമേഷൻ വെച്ച് പഴയൊരു കോസ്റ്റ് ഷീറ്റ് ഉണ്ടാക്കി അതിൻ്റെ ബേസിൽ നമുക്ക് ഫാക്ടറി ഓവർ ഹെഡിൻ്റെയും ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഓവർ ഹെഡിൻ്റെയും പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ തിയറിയിൽ പഠിച്ചിട്ടുണ്ട് എങ്ങനെയാണെന്ന്. ഫാക്ടറി ഓവർ ഹെഡ് വേജസിൻ്റെ ബേസിലാണ്, അതായത് പ്രൊഡക്റ്റീവ് വേജസിൻ്റെ ബേസിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. ഓഫീസ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് എക്സ്പെൻസസ് നമ്മൾ, അതായത് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ആൻഡ് ജനറൽ ചാർജസ് തന്നെയാണത്, അത് നമ്മൾ വർക്ക് കോസ്റ്റിൻ്റെ ബേസിലും കണ്ടുപിടിക്കും. വർക്ക് കോസ്റ്റ് മീൻസ് ഫാക്ടറി കോസ്റ്റിൻ്റെ ബേസിലും അതിൻ്റെ പെർസെൻറ്റേജ് കണ്ടുപിടിക്കും. എന്നിട്ടാണ് നമ്മൾ സെല്ലിംഗ് പ്രൈസ് കാണാനായിട്ട് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ടെൻഡർ പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ടെൻഡർ പ്രൈസ് ഫിക്സ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ മെയിനായിട്ടുള്ള ഒബ്ജക്റ്റീവ്. അപ്പോൾ അതിന് ഏതൊക്കെ സ്റ്റേജസ് ഉണ്ട്? ഒരു പഴയ കോസ്റ്റ് ഡാറ്റ ഉപയോഗിച്ചിട്ട് ഒരു കോസ്റ്റ് ഷീറ്റ് വേണം, അതിൻ്റെ ബേസിൽ നമ്മൾ പെർസെൻറ്റേജസ് കാൽക്കുലേറ്റ് ചെയ്യും, അതിനുശേഷം സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ടെൻഡർ ചെയ്യും. ഇതിൽ പ്രോഫിറ്റിൻ്റെ പെർസെൻറ്റേജ് സെല്ലിംഗ് പ്രൈസിൻ്റെ മുകളിലാണ് തന്നിട്ടുള്ളത്. സെല്ലിംഗ് പ്രൈസ് നമുക്ക് അറിയുണ്ടാവില്ല, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, കോസ്റ്റിൻ്റെ മുകളിൽ കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ 20% ഓൺ സെല്ലിംഗ് പ്രൈസ് ആണെങ്കിൽ കോസ്റ്റിൻ്റെ മുകളിൽ 25% ആണെന്നുള്ളത് നമ്മൾ ഇന്നലെ പ്രൂവ് ചെയ്തതാണ്, അല്ലേ? കഴിഞ്ഞ ക്ലാസ്സിൽ പ്രൂവ് ചെയ്തതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് 20% തന്നുകൊണ്ട് ഡയറക്റ്റായിട്ട് അറിയാം നമുക്ക് എന്ത് കോസ്റ്റിന് മുകളിൽ 25% ആണ് എന്നുള്ളത്. അപ്പോൾ അതെല്ലാം ഇക്വേഷൻ വെച്ചിട്ടാണെങ്കിൽ നമുക്കത് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് സോൾവ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ കോസ്റ്റ് ഷീറ്റ് ഫോർ ദി പീരീഡ് ഓഫ് 6 months എൻഡിങ് 31st December 2018. മെറ്റീരിയൽ യൂസ്ഡ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 1,50,000, വേജസ് 1,20,000. 2 ഡയറക്റ്റ് എക്സ്പെൻസും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് പ്രൈം കോസ്റ്റ് കിട്ടി. വേറെ എക്സ്പെൻസസ് ഒന്നും തന്നിട്ടില്ല. 2,70,000 പ്രൈം കോസ്റ്റ് കിട്ടി. പ്രൈം കോസ്റ്റിൻ്റെ കൂടെ ഫാക്ടറി എക്സ്പെൻസസ് ആഡ് ചെയ്യുക 24,000. അപ്പോൾ നമുക്ക് ഫാക്ടറി കോസ്റ്റ് അതല്ലെങ്കിൽ വർക്ക് കോസ്റ്റ് കിട്ടും. അതെത്രയാണ്? 2,94,000. ഇനി അതിൻ്റെ കൂടെ ഓഫീസ് ഓവർ ഹെഡാണ്. ഓഫീസ് ഓവർ ഹെഡിൽ തന്നിട്ടുള്ള ഐറ്റം എന്ന് പറയുന്നത് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ആൻഡ് ജനറൽ എക്സ്പെൻസസ് 17,640 ആണ്. അതും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. ഓക്കെ അല്ലേ? അപ്പോൾ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കിട്ടി. അതുതന്നെയാണ് ടോട്ടൽ കോസ്റ്റ്. കാരണം ഇവിടെ സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസസിനെ കുറിച്ച് പറയുന്നില്ല, അപ്പോൾ അത് എടുക്കേണ്ട. ഇതുതന്നെയാണ് ടോട്ടൽ കോസ്റ്റായിട്ട് എടുക്കേണ്ടത്. ഇനി കാൽക്കുലേഷൻ ഓഫ് പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് സെക്കൻഡ് സ്റ്റെപ്പ്. ഫസ്റ്റ് കാൽക്കുലേഷൻ ഓഫ് പെർസെൻറ്റേജ് ഓഫ് ഫാക്ടറി ഓവർ ഹെഡ് ഓൺ വേജസിൻ്റെ ബേസിലാണ് ഫാക്ടറി ഓവർ ഹെഡ് കാണേണ്ടത്. ഫാക്ടറി ഓവർ ഹെഡ് ഡിവൈഡഡ് ബൈ ഡയറക്റ്റ് വേജസ് ഇൻറ്റു 100. ഇവിടെ ഫാക്ടറി എക്സ്പെൻസസ് 24,000 ആണ്. ഡയറക്റ്റ് വേജസ് പറയുന്നത് പ്രൊഡക്റ്റീവ് വേജസ് 1,20,000 ആണ്. ഇൻറ്റു 100 എത്ര കിട്ടി? 20%. കാൽക്കുലേറ്ററിൽ നോക്കിക്കോളൂ, 20% ആണ് വരിക.
ഇനി പെർസെൻറ്റേജസ് ഓഫ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ആൻഡ് ജനറൽ ഓവർ ഹെഡ് ഓൺ ഫാക്ടറി കോസ്റ്റ്, ദറ്റ് ഈസ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് അല്ലെങ്കിൽ ഓഫീസ് ഓവർ ഹെഡ് എത്രയാണ് 17,640 ആണ് അല്ലേ, ഡിവൈഡഡ് ബൈ ഫാക്ടറി കോസ്റ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട് അല്ലേ, കോസ്റ്റ് ഷീറ്റിലേക്ക് നോക്കൂ 2,94,000 ക്ലിയർ ആണോ, ഇൻറ്റു 100% ആയി എത്രയാണ് 6% ആയി. ഇനി സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ വേണോ, വേണ്ട, കാരണം എന്താണ് ഇത് നമുക്ക് തന്നിട്ടില്ല, അപ്പോൾ അത് വേണ്ട. അപ്പോൾ 2 സ്റ്റേജും കഴിഞ്ഞു. ഇനി 3rd സ്റ്റേജിൽ ടെൻഡർ പ്രൈസ് ഫിക്സ് ചെയ്യണം. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ടെൻഡർ ഹെഡിങ് കൊടുക്കുന്നു. കാൽക്കുലേഷൻ ഓഫ് സെല്ലിംഗ് പ്രൈസ് ഓഫ് എ ഒരു മെഷീൻ്റെ വിലയാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോണത്. ടെൻഡർ പ്രൈസ് എത്ര ഫിക്സ് ചെയ്യണമെന്ന് നമുക്കറിയില്ല, അപ്പോൾ അതിന് ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ് ഇത് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ലാസ്റ്റ് പാരഗ്രാഫിൽ നമുക്ക് മെറ്റീരിയൽ കോസ്റ്റ് 1,250 തന്നിട്ടുണ്ട്, വേജസ് 750 തന്നിട്ടുണ്ട്. രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ എത്ര വരും, 2,000 ആണ്. ഈ ഒരു മെഷീൻ എന്ത് ചെയ്യാനായിട്ട് ഉണ്ടാക്കാനായിട്ട് വരുന്ന പ്രൈം കോസ്റ്റ് അല്ലെങ്കിൽ ഡയറക്റ്റ് കോസ്റ്റ് എന്ന് പറയുന്നത് 2,000 ആണ്. ഇനി ഡയറക്റ്റ് കോസ്റ്റ് നമ്മൾ ടോട്ടൽ ചെയ്തു, പ്രൈം കോസ്റ്റ് എന്ന് കൊടുത്തു. പ്രൈം കോസ്റ്റിൻ്റെ കൂടെ ഫാക്ടറി ഓവർ ഹെഡ് ആഡ് ചെയ്യണം. ആഡ് ഫാക്ടറി ഓവർ ഹെഡ് 20% ഓൺ വേജസ്. നമുക്ക് നമ്മൾ നേരത്തെ കണ്ടു അല്ലേ, 20% ആണ് ഏത് കിട്ടിയിട്ടുള്ളത്, ഈ ഫാക്ടറി ഓവർ ഹെഡിൻ്റെ പെർസെൻറ്റേജ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ 20% എന്തിൻ്റെ മുകളിലാണ്, വേജസിൻ്റെ മുകളിലാണ്. വേജസ് എവിടെ, 750. ഈ 750യുടെ മുകളിൽ 20% എന്ന് പറയുന്നത് 150 ആണ്. അപ്പോൾ ഫാക്ടറി ഓവർ ഹെഡ് 150 കിട്ടി, 2,150 ടോട്ടലായി ഫാക്ടറി കോസ്റ്റ് ഓർ വർക്ക് കോസ്റ്റ്. ക്ലിയർ ആണല്ലോ. ഇനി നമുക്ക് ആഡ് ചെയ്യാനുള്ളത് ഓഫീസ് ഓവർ ഹെഡാണ്, ദറ്റ് ഈസ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ആൻഡ് ജനറൽ എക്സ്പെൻസസ്. അത് എത്രയാണെന്ന് അറിയില്ല, പക്ഷേ നമ്മളിവിടെ എന്ത് കണ്ടിട്ടുണ്ട്, പെർസെൻറ്റേജ് ഇതാ കണ്ടിട്ടുണ്ട്. ആ പെർസെൻറ്റേജ് 6% ഓൺ ഫാക്ടറി കോസ്റ്റ് ആണ്. അപ്പോൾ ഫാക്ടറി കോസ്റ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്, ഇതാണ് 2,150. ഓക്കെ, ഈ 2,150യുടെ മുകളിൽ 6% എന്ന് പറയുമ്പോൾ 129. ക്ലിയർ അല്ലേ, 2,150യുടെ മുകളിൽ 6% എന്ന് പറയുമ്പോൾ 129. അപ്പോൾ 129 എസ്റ്റാബ്ലിഷ്മെൻറ്റ് ചാർജസ് കിട്ടി, അതും കൂടെ ആഡ് ചെയ്യുമ്പോൾ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് 2,279 രൂപ, 2,279. ക്ലിയർ അല്ലേ. ഇനി നമുക്ക് തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത് സെല്ലിംഗ് പ്രൈസിൻ്റെ മുകളിൽ 20% ആണ്. പക്ഷേ നമുക്ക് സെല്ലിംഗ് പ്രൈസ് അറിയില്ല, കോസ്റ്റ് മാത്രമേ അറിയുള്ളൂ. കോസ്റ്റ് എത്രയാണ്, 2,279 ആണ്. അതിൻ്റെ മുകളിൽ 25% ആയിരിക്കും. അതെങ്ങനെ നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് സ്കിപ്പ് ചെയ്ത് കാണുന്നവർ അത് കണ്ടിട്ടാണ് വീഡിയോ കാണാൻ പാടുള്ളൂ കേട്ടോ. അതുപോലെ ക്വസ്റ്റ്യൻ എഴുതിയെടുത്തതിന് ശേഷം നിങ്ങൾ വീഡിയോ പ്ലേ ചെയ്ത് കേട്ടാൽ മതി. ഓക്കെ, ക്വസ്റ്റ്യൻ എഴുതിയെടുത്തതിന് ശേഷം ആൻസർ എഴുതിയെടുക്കരുത്. ആൻസർ ക്ലാസ് കേട്ടതിന് ശേഷം മാത്രം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എഴുതിയെടുക്കുക. ഓക്കെ, ആദ്യം തന്നെ കയറി ക്വസ്റ്റ്യനും ആൻസറും എഴുതിയെടുക്കരുത്. ക്വസ്റ്റ്യൻ മാത്രമേ എഴുതിയെടുക്കാവുള്ളൂ. ആൻസർ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ക്ലാസ് കേട്ടതിന് ശേഷം മാത്രമേ എഴുതാവൂ. അപ്പോൾ പ്രോഫിറ്റ് എന്ന് പറയുന്നത് സെല്ലിംഗ് പ്രൈസിൻ്റെ 20%, ദാറ്റ് ഈസ് ഈക്വൽ ടു 25% ഓൺ കോസ്റ്റ്. അപ്പോൾ കോസ്റ്റ് 2,279 രൂപയുടെ 25% എന്ന് പറയുമ്പോൾ എത്ര വരും, 570 ആണ് വരിക. അപ്പോൾ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് ടോട്ടൽ കോസ്റ്റ് അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ 2,279ൻ്റെ കൂടെ പ്രോഫിറ്റ് മാർജിനും കൂടെ ആഡ് ചെയ്യുമ്പോൾ ഈ ഒരു മെഷീന് നമ്മൾ എത്ര രൂപ കൊടുക്കാം എന്നായി, സെല്ലിംഗ് പ്രൈസ് ഫിക്സ് ചെയ്യാം എന്നായി 2,849. ഇത്രയും രൂപ നമുക്ക് ഫിക്സ് ചെയ്യാം. ഇനി എങ്ങനെയാണ് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് ഇനിയും കൺഫ്യൂഷൻ ഉള്ളവർ ഒന്നും കൂടെ ശ്രദ്ധിക്കുക. പ്രോഫിറ്റ് എന്ന് പറയുന്നത് 20% ഓൺ സെല്ലിംഗ് പ്രൈസാണ്. അപ്പോൾ അതിൻ്റെ പെർസെൻറ്റേജ് കോസ്റ്റിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് ചെയ്യാം. അതല്ലെങ്കിൽ നിങ്ങൾ ആ ഇക്വേഷൻ നോക്കുക. എന്തായിരുന്നു ഇക്വേഷൻ ഓർമ്മയുണ്ടോ, കോസ്റ്റ് അതായത് കോസ്റ്റ് എത്രയാണ്, ടോട്ടൽ കോസ്റ്റ് എത്രയാണോ അത് ഇൻറ്റു നമുക്ക് തന്നിട്ടുള്ള പെർസെൻറ്റേജ്, എത്ര പെർസെൻറ്റേജാണ് തന്നിട്ടുള്ളത് 20, ഡിവൈഡഡ് ബൈ 100 മൈനസ് നമുക്ക് തന്നിട്ടുള്ള പെർസെൻറ്റേജ്. ഓക്കെ, അപ്പോൾ കോസ്റ്റ് എത്രയാണ്, കോസ്റ്റ് 2,279, പെർസെൻറ്റേജ് 20% ഇനി താഴെ 100 മൈനസ് 20%, അപ്പോൾ എത്ര കിട്ടും, 80 കിട്ടും. അപ്പോൾ നമുക്ക് അത് മൾട്ടിപ്ലൈ ചെയ്തു, 80 കൊണ്ട് ഡിവൈഡ് ചെയ്തു, 569.75 കിട്ടുക. എന്ന് വെച്ചാൽ 570 റൗണ്ട് ചെയ്തു. ഇങ്ങനെയാണ് പ്രോഫിറ്റ് കിട്ടുന്നത്. ക്ലിയർ അല്ലേ. അപ്പോൾ ഇനി ഇതിനകത്ത് എന്തെങ്കിലും ഡൗട്ട് വരികയാണെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം, ഞാൻ ഒന്നുകൂടെ ക്ലിയർ ആക്കി പറഞ്ഞുതരാം. ഓക്കെ.